എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി 2 സമരം നടത്താൻ പോവുകയാണ്. ഇന്നിപ്പോൾ ഈ സമയത്ത് ഒരു സമരം തുടങ്ങിക്കാണണം. ആ സമരം വളരെ പ്രത്യേകമായ ഒരു കാര്യമാണ്. സ്വർണ്ണക്കള്ളക്കടത്ത്, കഞ്ചാവ് ലഹരിയും കടത്ത്, അതുപോലെയുള്ള കോടാനുകോടി രൂപയുടെ അഴിമതി കഥകൾ ഇതൊന്നും കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഇന്ന് വൈകുന്നേരം DYFIയുടെ മറ്റ് നേതൃത്വത്തിൽ കേരളം മുഴുവൻ വലിയ സമരം നടത്തുന്നത്. ഇത് അന്വേഷിക്കരുത് എന്ന് പറഞ്ഞ് സമരം നടത്താൻ പറ്റാത്തതുകൊണ്ട് അവർ പറയുന്നത് വികസനം തടയുന്നു, കേന്ദ്ര സർക്കാർ വികസനം തടയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ സമരം നടത്തുന്നത്. അവരുടെ വികസനം എന്ന് പറഞ്ഞാൽ കഞ്ചാവ് മറ്റ് ലഹരികളും നാട് മുഴുവൻ പ്രചരിപ്പിക്കുക, അതാണ് വികസനത്തിൻ്റെ ഒരു മാനദണ്ഡം. സ്വർണം രാജ്യം മുഴുവൻ കള്ളക്കടത്ത് നടത്തുക, വിദേശത്തുനിന്ന് പറ്റാവുന്നത്രയും കോടാനുകോടികളുടെ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുക, അതൊക്കെയാണ്. അതുപോലെ ഈ വികസനത്തിൻ്റെ പേരിൽ നടത്തുന്ന ഓരോ പദ്ധതികളുടെയും പേരിൽ കോടിക്കണക്കിന് രൂപ കൈക്കൂലി പറ്റുക, കമ്മീഷൻ പറ്റുക, ഇങ്ങനെ കോടാനുകോടി രൂപ പാർട്ടിയും പാർട്ടി നേതാക്കളും കുടുംബക്കാരും അവരുടെ സിൽബന്ധികളും ഉണ്ടാക്കുന്നതിനെയാണ് അവർ വികസനം എന്ന് പറയുന്നത്. ആ വികസനത്തിന് ഇപ്പോൾ ഒരു തടസ്സമുണ്ടായിരിക്കുന്നു. അതാണ് കേന്ദ്ര ഏജൻസികൾ ഇതൊക്കെ അന്വേഷിക്കുന്നു. അതിനെതിരെയാണ് ഇവർ നടത്തുന്ന ഈ പറയുന്ന കള്ളത്തരങ്ങളും അഴിമതികളും ഒന്നും അന്വേഷിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുടെ ഒരു സമരം ഇന്ന് വൈകുന്നേരം നടക്കുന്നത്. മറ്റൊന്ന്, ഇന്ന് രാത്രിയിൽ ആരംഭിച്ച് മറ്റന്നാൾ വരെ നീണ്ടു നിൽക്കുന്ന ഒരു പണിമുടക്ക് സമരമാണ് അഖിലേന്ത്യാ പണിമുടക്ക് സമരം. അഖിലേന്ത്യാ പണിമുടക്ക് എന്ന് പറഞ്ഞാൽ കേരളത്തിലാണ് അവർ ഉദ്ദേശിക്കുന്നത്. അവർ കേരളത്തിൽ നടത്തുന്ന എന്ത് കാര്യവും അഖിലേന്ത്യാ തലത്തിൽ എന്നാണ് പറയുക. കാരണം അവർക്ക് അഖിലേന്ത്യാ തലത്തിൽ വേറെ ആളില്ലാത്തത് കൊണ്ട് അവർ അഖില ലോക സമരം എന്ന് വേണമെങ്കിലും പറയും. കാരണം കേരളത്തിൽ നടത്തിയെന്നാൽ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് കമ്മിറ്റി നടത്തിയാലും അവരൊരു അഖില ലോക സമരമായിട്ടാണത് നടത്തുക. ആ സമരത്തിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. എല്ലാ വർഷവും അവർ കേന്ദ്രവിരുദ്ധ സമരം എന്നൊരു ചടങ്ങ് നടത്താറുണ്ട്. കാരണം അവർക്കൊരിക്കലും കേന്ദ്രത്തിൽ ഭരിക്കാൻ പറ്റില്ല. അപ്പോൾ ആര് കേന്ദ്രത്തിൽ ഭരണത്തിൽ വന്നാലും കേന്ദ്രത്തിനെതിരെ ഒരു സമരം നടത്തുക എന്നുള്ളത് ആണ്ടിലൊരു ഈ ശ്രാദ്ധം, പിതൃക്കൾക്ക് ശ്രാദ്ധം കൂട്ടുന്നത് പോലെ, ബലിയിടുന്നത് പോലെ ഒരു ചടങ്ങാണ് അവരുടേത് ഈ പറയുന്ന കാര്യം. ഇന്ന് മറ്റൊരു സവിശേഷമായ ദിവസവും കൂടിയാണ് ഇന്ന്. ആ സവിശേഷത എന്ന് പറയുന്നത് അവരിങ്ങനെ നടത്തിയ സമരങ്ങൾ, ഒരു വലിയ സമരം നടത്തി രക്തത്തിൽ കുളിപ്പിച്ച് ഈ കേരളത്തെ ഞെട്ടിച്ച ഒരു സമരത്തിൻ്റെ വാർഷികവും കൂടെയാണ് ഇന്ന്. കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനമാണ് 25 നവംബർ 25 എന്ന് പറയുന്നത്. ഇന്നേ ദിവസമാണ് അവർ ഈ കൂത്തുപറമ്പിലെ കേരളത്തിലെ മുഴുവൻ ആൾക്കാരെയും വഞ്ചിച്ചത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കേരളത്തിലെ യുവജനതയെ മുഴുവൻ പറഞ്ഞു വഞ്ചിച്ച ക്രൂരമായ ഒരു സമരത്തിൻ്റെ, ക്രൂരമായ ഒരു തട്ടിപ്പിൻ്റെ വാർഷികവും കൂടിയാണ് നവംബർ 25. ആ ക്രൂരമായ തട്ടിപ്പ് എന്ന് പറഞ്ഞത് ഇവർ സ്വാശ്രയ കോളേജ് വിരുദ്ധം എന്നൊക്കെ പല പേര് പറഞ്ഞെന്നാലും കേരളത്തിലെ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ കൊല്ലാൻ വേണ്ടി നടത്തിയ അവരുടെ പരിശ്രമങ്ങളാണ്. ആ കൊല്ലാൻ അവർ സമരം സംഘടിപ്പിച്ചു. 10,000-കണക്കിന് ആൾക്കാരെ അക്രമത്തിൽപ്പെടുത്തി. ആ അക്രമം നടക്കുന്നതിനിടയിൽ കൊല്ലപ്പെട്ട പ്രശ്നം MV രാഘവനെ കൊല്ലാനായിരുന്നു ആ സമരത്തിൻ്റെ ലക്ഷ്യം. സമരത്തിൻ്റെ അല്ല, സമരം എന്ന ഈ തട്ടിപ്പിൻ്റെ ലക്ഷ്യം. പക്ഷേ അതിൻ്റെ പേരിൽ സംഭവിച്ചത് MV രാഘവൻ കൊല്ലപ്പെട്ടില്ല, പകരം 5 ചെറുപ്പക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടു. അതാണ് കൂത്തുപറമ്പ് രക്തസാക്ഷികൾ എന്ന് പറയുന്നത്. ഒരാൾ 25 വർഷമായിട്ട് ഇന്നും അന്ന് വെടിയേറ്റ മനുഷ്യനാണ് പുഷ്പൻ. പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്നൊക്കെ ചോദിച്ച് അവരിപ്പോഴും പണം പിരിക്കുന്നുണ്ടാവാം പാർട്ടി ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ 100 കണക്കിന് ചെറുപ്പക്കാരെ കൊലയ്ക്ക് കൊടുത്തുകൊണ്ട് അതിൽ 5 പേരെ കൊന്നെടുത്തു, ഒരാളെ മരിച്ചതിന് തുല്യമാക്കി മാറ്റിയ ആ കൂത്തുപറമ്പ് സമരത്തിനെ സംബന്ധിച്ച് അത് എന്തിനു നടത്തി എന്നും എന്താണ് അവരതിനെ തുടർന്ന് ചെയ്തത് എന്നുമുള്ളത് ഞാൻ എപ്പോഴും മുമ്പും പറയാറുണ്ടല്ലോ. കമ്മ്യൂണിസ്റ്റുകാരെ പാർട്ടിയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ എൻ്റേതായ വെർഷനൊന്നും പറയുന്നില്ല. CPMൻ്റെ എക്കാലത്തെയും നേതാവാണ്. ജീവിച്ചപ്പോഴും മരിച്ചപ്പോഴും ഒക്കെ CPM ഏറ്റവും കൂടുതൽ ആവേശഭരിതരായി കൊണ്ടു നടന്ന നേതാവാണ് സഖാവ് MV രാഘവൻ. ആ MV രാഘവൻ തന്നെ പറഞ്ഞ കാര്യം ഞാൻ പറയാം. എൻ്റെ കയ്യിലിരിക്കുന്ന പുസ്തകം MV രാഘവൻ്റെ ആത്മകഥയാണ്, ഒരു ജന്മം എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. ആ പുസ്തകത്തിൽ ഈ കൂത്തുപറമ്പ് വെടിവെപ്പിനെ സംബന്ധിച്ച് പറയുന്നത് എന്താണ് എന്ന് ഞാനങ്ങ് വായിക്കാം. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് സംശയം വേണ്ടല്ലോ. ഈ കമ്മ്യൂണിസ്റ്റുകാരൻ പറയുന്നത് എന്തായാലും കമ്മ്യൂണിസ്റ്റുകാർക്ക് വിശ്വാസമാകും. സ്വാഭാവികമായിട്ടും അവരെക്കുറിച്ച് സ്വയം പറയുന്നത് കൊണ്ട് അത് നമ്മളാരും തെറ്റിദ്ധരിക്കേണ്ടതും ഇല്ല. എനിക്കെതിരെയുള്ള അക്രമ സമരങ്ങൾ കൊണ്ട് ഉദ്ദേശിച്ച ഫലം കിട്ടാതെ വന്നപ്പോൾ MV രാഘവൻ പറയുന്നതാണ്,
ഉദ്ദേശിച്ച ഫലം കിട്ടാതെ വന്നപ്പോൾ എന്നെ ശാരീരികമായി വകവരുത്താനായി അവരുടെ നീക്കം. അതിനുള്ള പരിപാടികൾ CPM നേതൃത്വം ആവിഷ്കരിച്ചു. ആ ഗൂഢാലോചനയുടെ അനന്തര ഫലമായിരുന്നു കൂത്തുപറമ്പ് സംഭവം. കൂത്തുപറമ്പ് സഹകരണ ബാങ്കിൻ്റെ സായാഹ്ന ശാഖയുടെ ഉദ്ഘാടനത്തിനെത്തുന്ന എന്നെ അവിടെ ശാരീരികമായി ഉന്മൂലനം ചെയ്യാനായിരുന്നു പരിപാടി. ഇതിനെ സംബന്ധിച്ച് നമുക്ക് യാതൊരു സംശയവും വേണ്ട. കാരണം അങ്ങനെ ഒത്തിരി പേരെ ഉന്മൂലനം ചെയ്ത പാരമ്പര്യവും അതിൻ്റെ പദ്ധതി അറിയാവുന്ന ആളുമാണ് MP രാഘവൻ. അതുകൊണ്ട് ആ MP രാഘവൻ അദ്ദേഹം സ്വയം പറയുന്ന കാര്യം നമുക്ക് 100% വിശ്വാസത്തിലെടുക്കാം. ടൗൺ ഹാളിന് 30 മീറ്റർ അകലെ എത്തിയപ്പോൾ പൈലറ്റ് ജീപ്പ് ഉൾപ്പെടെയുള്ള വാഹനങ്ങളുടെ യാത്ര നിലച്ചു. ആയിരക്കണക്കിന് പേർ വഴി തടഞ്ഞിരിക്കുന്നു. 4 ഭാഗത്തു നിന്നും ഏറ് വന്നു. DYSP ഹക്കീം ബത്തേരിക്കായിരുന്നു എൻ്റെ സുരക്ഷാ ചുമതല. ഹക്കീം ബത്തേരിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എൻ്റെ കാർ വളഞ്ഞ് സുരക്ഷാ വലയം സൃഷ്ടിച്ചു. പോലീസ് ലാത്തി വീശി വഴിയുണ്ടാക്കി എന്നെ ടൗൺ ഹാളിലേക്ക് നയിച്ചു. ടൗൺ ഹാളും നിറഞ്ഞു കവിഞ്ഞിരുന്നു. കൊലവിളി നടത്തുന്ന CPM DYFI ഗുണ്ടകൾ, പറയുന്നത് RSSകാരല്ല, ഗുണ്ടകൾ എന്ന് പറയുന്നത് സഖാവ് MP രാഘവൻ CPMൻ്റെ തന്നെ നേതാവായ ആളാണ്. ഈ ബഹളത്തിനിടയിൽ ഞാൻ പ്രസംഗിച്ചു. പെട്ടെന്ന് പിറകിൽ നിന്നും കസേര കൊണ്ട് അടി വന്നു. എൻ്റെ തലയ്ക്ക് അടിയേൽക്കും മുമ്പ് ഗൺമാൻ റോബർട്ട് അത് തടഞ്ഞു. ആക്രോശങ്ങളും ഏറും തുടരുമ്പോഴും മിനിറ്റുകളോളം പ്രസംഗിച്ച് ഞാൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പോലീസ് വലയത്തിനുള്ളിൽ എന്നെ പുറത്തേക്ക് കൊണ്ടുപോയി. കാറിൽ കയറ്റി. പുറത്തും ശക്തമായ കല്ലേറ്. വാഹനത്തിന് മുന്നോട്ട് പോകാൻ വയ്യാതെ വന്നപ്പോൾ പോലീസ് ലാത്തി വീശി അക്രമികളെ പായിച്ച് എൻ്റെ വാഹനം മുന്നോട്ട് നയിച്ചു. ഇടറോഡുകൾ താണ്ടി അഞ്ചരക്കണ്ടി വഴിയായിരുന്നു കണ്ണൂരിലേക്കുള്ള യാത്ര. കണ്ണൂർ ഗസ്റ്റ് ഹൗസിലെത്തി കുറെ കഴിഞ്ഞ് കൂത്തുപറമ്പിൽ പോലീസ് വെടിവെച്ചതായും 3 പേർ മരിച്ചതായുമുള്ള വിവരം ലഭിച്ചു. ഏറെ വൈകാതെ മരണസംഖ്യ 5 ആണെന്നും അറിയാൻ കഴിഞ്ഞു. പോലീസ് വേണ്ടത്ര ജാഗ്രത പാലിച്ചിരുന്നെങ്കിൽ കൂത്തുപറമ്പിൽ 5 യുവാക്കളുടെ മരണത്തിനിടയാക്കിയ നിർഭാഗ്യകരമായ സംഭവം ഒഴിവാക്കാമായിരുന്നു. കൂത്തുപറമ്പ് ടൗൺ ഹാൾ പരിസരത്ത് ഇത്രയും വലിയൊരു അക്രമി സംഘം തടിച്ചുകൂടുന്നത് പോലീസിന് തടയാമായിരുന്നു. അതുണ്ടായില്ല. പോലീസ് വെടിവയ്പ്പിലേക്ക് നയിച്ച അക്രമം നടക്കുമ്പോൾ അക്രമികളെ അഴിഞ്ഞാടാൻ അനുവദിച്ചുകൊണ്ട് ജില്ലാ പോലീസ് സൂപ്രണ്ട് K. പത്മകുമാർ പോലീസ് സ്റ്റേഷനിൽ കാഴ്ചക്കാരനെ പോലെ നിലകൊള്ളുകയായിരുന്നു. സംഭവസ്ഥലത്തുണ്ടായിരുന്ന ASP രവത ചന്ദ്രശേഖറും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആൻ്റണിയുമാണ് സ്ഥിതിഗതികൾ കൈകാര്യം ചെയ്തത്. അക്രമികൾ അഴിഞ്ഞാടുകയായിരുന്നു കൂത്തുപറമ്പിലെന്നാണ് പിന്നീട് ലഭിച്ച വിവരം. പോലീസുകാരെയും മർദ്ദിച്ചു. 100ഓളം പോലീസുകാർക്കാണ് പരിക്കേറ്റത്. നിരവധി DYSPമാരും CIമാരും SIമാരും ആശുപത്രികളിലായി. പരിക്കേറ്റ് ആശുപത്രിയിലെത്തിയ പല CPMകാരുടെയും കാലുകളും നെഞ്ചും ഒക്കെ കട്ടിയുള്ള പാടുകൊണ്ട് കെട്ടിയിരുന്നതായി ആശുപത്രി അധികൃതർ പിന്നീട് വെളിപ്പെടുത്തുകയുണ്ടായി. മനസ്സിലായല്ലോ. നെഞ്ചും അതുപോലെയുള്ള പല ഭാഗങ്ങളും കാലിൻ്റെ മുട്ടുഭാഗത്തുമൊക്കെ കട്ടിയുള്ള പാട് വെച്ച് കെട്ടുക. പോലീസ് അടിച്ചാലും ഏൽക്കരുത്, പോലീസിനെ അടിച്ച് വീഴ്ത്താൻ പറ്റണം. അതിനുവേണ്ടി ബുള്ളറ്റ് പ്രൂഫൊക്കെ വയ്ക്കുന്നത് പട്ടാളവും പോലീസും ഒക്കെ ആണല്ലോ. അതിന് പകരം ബുള്ളറ്റ് പ്രൂഫ് അല്ലെങ്കിൽ ലാത്തി പ്രൂഫ് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. CPMകാർ DYFIക്കാർ ലാത്തി പ്രൂഫ് കെട്ടിക്കൊണ്ട് MP രാഘവനെ കൊല്ലാൻ വേണ്ടി വന്ന ചരിത്രമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ നടത്തിയ അക്രമങ്ങൾ, ഗുണ്ടായിസം, എന്ത് വൃത്തികെട്ട സമരമാണ്. എന്നിട്ട് ഇതിന് സമരമെന്ന് പറയുക. ഇരിക്കട്ടെ, ഞാൻ ബാക്കി വായിക്കാം. കൂത്തുപറമ്പ് വെടിവയ്പ്പിനെ തുടർന്ന് കണ്ണൂർ കത്തി. നവംബർ 25-26 തീയതികളിൽ ജില്ലയിലുടനീളം കൊള്ളയും കൊള്ളിവയ്പ്പുമായിരുന്നു. CMB ജില്ലാ സെക്രട്ടറി P. ബാലൻ മാസ്റ്ററുടെ പയ്യന്നൂരിലെ വീട് പൂർണ്ണമായും അടിച്ചു തകർത്തു. വീട്ടുപകരണങ്ങൾ കിണറ്റിൽ തള്ളി. ഇലക്ട്രിക് സാമഗ്രികൾ എടുത്തുകൊണ്ടുപോയി. പയ്യന്നൂരിലെ എവറസ്റ്റ് ലോഡ്ജ് ആക്രമിക്കപ്പെട്ടു. 112 മുറികളിലെയും ഉപകരണങ്ങൾ അടിച്ചു തകർത്തു. കൗണ്ടറിലെ പണം കവർന്നു. 2 ആഴ്ച മുമ്പ് തുടങ്ങിയ ചൈത്രം ഹോട്ടലിനും ഇത് തന്നെ സംഭവിച്ചു. വെള്ളൂരിലെ അന്തറുവിൻ്റെ വീട് കൊള്ളയടിച്ച ശേഷം തീയിട്ടു. കുറ്റൂരിലെ ഒരു ചുടുകട്ട നിർമ്മാണ യൂണിറ്റ് ബോംബ് വെച്ച് തകർത്തപ്പോൾ 7 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി. തലശ്ശേരിയിൽ ബ്ലോക്ക് ഓഫീസ്, AEO ഓഫീസ്, പഴശ്ശി പ്രോജക്റ്റ് ഓഫീസ്, പഴശ്ശി വില്ലേജ് ഓഫീസ്, കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് ഓഫീസ് തുടങ്ങിയവ കട്ടയും ചാരവുമായി. കാർഷികോത്പന്നങ്ങൾ വെട്ടി നിരത്തി. വെട്ടിക്കളയാൻ പ്രയാസമുള്ളവ രസം വെച്ച് ഉണക്കി. ഓർക്കണം, ഇതെല്ലാം കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ വെട്ടി വീഴ്ത്താനൊന്നും പെട്ടെന്ന് പറ്റാത്ത വൻ വൃക്ഷങ്ങളോ ഫലവൃക്ഷങ്ങളോ ഒക്കെ രസം അതിൻ്റെ ചുവട്ടിൽ വേരിൽ വെച്ചിട്ട് ഉണക്കിക്കളയുക. ഇതൊക്കെ MP രാഘവൻ തന്നെ പഠിപ്പിച്ച പദ്ധതികളാണ്. കൂത്തുപറമ്പ്, തലശ്ശേരി, പാപ്പിനിശ്ശേരി, ചക്കരക്കൽ, പ്രാപൊയിൽ,
പച്ചപ്പൊയ്ക, ചെറുകുന്ന്, എടയന്നൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ സഹകരണ സംഘങ്ങൾ പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടു. ആക്രമിക്കപ്പെട്ട, കൊള്ളയടിക്കപ്പെട്ട നൂറുകണക്കിന് സംഘങ്ങളാണുള്ളത്. വനിതാ സഹകരണ സംഘങ്ങൾ പെരിങ്ങോം റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റി, പയ്യന്നൂർ കൺസ്ട്രക്ഷൻ സൊസൈറ്റി, ഇരിട്ടി ബ്ലോക്ക് മാർക്കറ്റിംഗ് സൊസൈറ്റി, പാട്യം മാർക്കറ്റിംഗ് സൊസൈറ്റി, വിളയങ്കോട് കൺസ്യൂമർ സ്റ്റോർ, കൂത്തുപറമ്പ് മാർക്കറ്റിംഗ് സ്റ്റോർ, മട്ടന്നൂർ റൂറൽ ബാങ്ക് ശാഖ, കൂത്തുപറമ്പ് അർബൻ ബാങ്ക് ശാഖ എന്നിവ എടുത്തു പറയേണ്ടവയാണ്. സംഘങ്ങൾ ആക്രമിക്കാനുള്ള പ്രധാന കാരണം ഞാൻ സഹകരണ മന്ത്രിയായിരുന്നു എന്നതാണ്. ഇതാണ് സ്ഥിതിയെങ്കിൽ നാളെ ഞാൻ ആരോഗ്യമന്ത്രിയായാൽ കേരളത്തിലെ ആശുപത്രികളൊക്കെ നശിപ്പിക്കപ്പെടുമല്ലോ എന്ന് ഞാൻ ആലോചിച്ചു പോയി. കമ്മ്യൂണിസ്റ്റ് ബുദ്ധി ആയതുകൊണ്ട് അങ്ങനെ ആലോചിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പാനൂർ നിയോജകമണ്ഡലത്തിൽ നിരവധി മദ്രസകളും ചില പള്ളികളും ആക്രമണത്തിന് ഇരയായി. ന്യൂനപക്ഷ സംരക്ഷണം പറഞ്ഞ് എങ്ങനെയാണ് വർഗീയ കലാപം ഉണ്ടാക്കേണ്ടതെന്ന് നന്നായിട്ട് അറിയാവുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഇതിനിടയിൽ കുറച്ച് പള്ളികളും മദ്രസയും കൂടി തകർത്തു. അത് ആർഎസ്കാരാണെന്ന് വേണേൽ പറഞ്ഞു കാണും ഒരു പക്ഷേ. അവിടെ കോൺഗ്രസ് ഐൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും CMPയുടെയും 300-ലധികം ഓഫീസുകളാണ് തകർക്കപ്പെട്ടത്. ഓഫീസ് ഉപകരണങ്ങളൊക്കെ കൊള്ള ചെയ്തു. വടക്കേ മലബാറിൽ കർഷക പ്രസ്ഥാനത്തിൻ്റെ സമുന്നത നേതാക്കളിൽ ഒരാളും മുൻ MLAയുമായ EP കൃഷ്ണൻ നമ്പ്യാരുടെ കൊളച്ചേരിയിലെ ശവകുടീരം അടിച്ച് തകർത്തു. 40 ശവകുടീരമാണ് അടിച്ച് തകർക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം. RSSകാരായിട്ടുള്ള ആൾക്കാരുടെ ശവകുടീരങ്ങളൊക്കെ അവർ കുത്തിപ്പൊളിക്കാറും ബോംബ് വെക്കാറും ഒക്കെ ഉണ്ട്. അതിന് പകരം അത് നശിപ്പിക്കാതിരിക്കാനുള്ള പദ്ധതി അവിടെയും നടന്നിട്ടുണ്ട്. ഇവിടെ സഖാവ് കൃഷ്ണൻ നമ്പ്യാരുടെ കൊളച്ചേരിയിലെ ശവകുടീരം കമ്മ്യൂണിസ്റ്റുകാരൻ്റെ തന്നെയാണ്, അടിച്ച് തകർത്തു. 40 വർഷക്കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച പ്രമുഖ ഹരിജൻ നേതാവും മുൻ ജില്ലാ കൗൺസിലറും സഹകാരിയുമായ കൊയ്യോൻ കണ്ണനെ പാപ്പിനിശ്ശേരിയിലെ തെരുവിലൂടെ നഗ്നനായി നടത്തിച്ചു. പാപ്പിനിശ്ശേരിയിലെ എൻ്റെ കുടുംബ വീട് മണ്ണെണ്ണയൊഴിച്ച് തീയിട്ടു. വീട് അപ്പാടെ ചുട്ടെരിഞ്ഞു. നിധി പോലെ ഞാൻ സൂക്ഷിച്ചിരുന്ന മാർക്സിയൻ സാഹിത്യകൃതികളും ഡയറിക്കുറിപ്പുകളും എല്ലാം ചാമ്പലായി. വീട്ടിൽ മാർക്സിൻ്റെയും ഏംഗൽസിൻ്റെയും ലെനിൻ്റെയും EMSൻ്റെയും പടങ്ങളുണ്ടായിരുന്നു. ഇതിൽ EMSൻ്റെ പടം പുറത്തെടുത്ത് വെച്ചിട്ട് മറ്റുള്ളവ തീയിട്ടു. ഗുണ്ടകൾ എങ്ങനെ മാർക്സിനെയും ഏംഗൽസിനെയും ലെനിനെയും ഒക്കെ തിരിച്ചറിയുക? പറയുന്നത് മറ്റാരുമല്ല എന്ന് മനസ്സിലായല്ലോ, സഖാവ് MV രാഘവനാണ്. എൻ്റെ ജാമാതാവ് പ്രൊഫസർ E കുഞ്ഞിരാമൻ്റെ തെങ്ങിൻ തോട്ടം നിശേഷം വെട്ടി നശിപ്പിച്ചു. CMP നേതാവ് VK രവീന്ദ്രൻ്റെ പയ്യന്നൂരിലെ ഗദ്ദിക ദിനപത്രത്തിൻ്റെ ഓഫീസും പ്രസ്സും അഗ്നിക്കിരയാക്കി. സുദിനം പത്രത്തിന് നേരെയും ആക്രമണമുണ്ടായി. CMP നേതാവ് TV ഗോപാലൻ്റെ കാങ്കോലിലെ വീട് ആക്രമിച്ചു. SYF നേതാവ് M പവിത്രൻ്റെ ഇരിണാവിലുള്ള വീടിന് തീവെച്ചു. സമീപവാസികളായ സ്ത്രീകൾ സംഘടിച്ച് അക്രമികളെ ഓടിക്കുകയായിരുന്നു. AKG ആശുപത്രി സെക്രട്ടറി PK ശ്രീവത്സൻ്റെ പൊടിക്കുണ്ടിലെ വീട് ആക്രമിച്ച ഗുണ്ടകൾ ഫർണിച്ചറും മറ്റും എടുത്തുകൊണ്ടുപോയി. CMP നേതാവ് CA അജീറിൻ്റെ വീടിന് തീവെച്ചു. CMP ജില്ലാ കമ്മിറ്റി ഓഫീസിന് തീവയ്ക്കുകയും ഓഫീസിലെ മുഴുവൻ രേഖകളും ചുട്ടു ചാമ്പലാക്കുകയും ചെയ്തു. മെമ്പർഷിപ്പിനത്തിൽ ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന 8000-ഓളം രൂപ കവർച്ച ചെയ്തു. കൂത്തുപറമ്പിൽ CMP പ്രവർത്തകൻ PV ബാലൻ്റെ ഹോട്ടൽ അടിച്ച് തകർത്തു. സാധന സാമഗ്രികൾ കൊള്ളയടിച്ചു. പാപ്പിനിശ്ശേരി വനിതാ സഹകരണ സംഘം, തലശ്ശേരി വാദ്യാർ പീടികയിലെ സഹകരണ സംഘം തുടങ്ങിയവ തകർക്കുകയും തീവയ്ക്കുകയും ചെയ്തു. CMP നേതാവ് KK നാണുവിനെയും മകനെയും അടിച്ച് പരിക്കേൽപ്പിച്ചു. EP കൃഷ്ണൻ നമ്പ്യാർ സ്മാരക UP സ്കൂൾ ആക്രമിച്ചു. തലശ്ശേരി ജൂബിലി കോംപ്ലക്സിൽ പ്രവർത്തിച്ച അബു ചാത്തുക്കുട്ടി സ്മാരക ഗ്രന്ഥശാലയും CMP നേതാവ് ചുരിയായി ചന്ദ്രൻ മാസ്റ്ററുടെ ഫീനിക്സ് കോളേജും പൂർണ്ണമായി ചുട്ടു ചാമ്പലാക്കി. പെരിങ്ങോത്ത CMP നേതാവ് C കുഞ്ഞമ്പുവിനെ വധിക്കാൻ ശ്രമിച്ചു. സഖാവ് പിന്നീട് മരിച്ചു. എളയാവൂരിൽ CMP പ്രവർത്തകൻ ചന്ദ്രബാബുവിനെ കുത്തിപ്പരുക്കേൽപ്പിച്ചു. പറശ്ശിനിക്കടവ് സർപ്പോദ്യാനത്തിന് നേരെയും ആക്രമണം നടന്നു. മുമ്പ് അവിടെ നടന്ന ആക്രമണത്തിൽ ചുട്ടരിച്ച പാമ്പുകളുടെയും മറ്റും അവശിഷ്ടങ്ങൾ ശേഖരിച്ച് പ്രത്യേകം പ്രദർശിപ്പിച്ചിരുന്നു. ആ പേടകങ്ങൾ എടുത്തുകൊണ്ടുപോയി. പരിയാരം മെഡിക്കൽ കോളേജ് ലൈബ്രറിക്ക് വേണ്ടി പണിത അലമാരകൾ, പുതുതായി വാങ്ങിയ ലക്ഷറി ബസ്, ഫർണിച്ചർ പണിയാനായി സൂക്ഷിച്ചിരുന്ന ലക്ഷങ്ങൾ വിലമതിക്കുന്ന തടികൾ ഒക്കെ തീയിട്ട് നശിപ്പിച്ചു. ചില കോൺഗ്രസ് നേതാക്കൾക്കും അവരുടെ വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും നേരെ ആക്രമണമുണ്ടായി. പയ്യന്നൂരിൽ കോൺഗ്രസ് നേതാവ് M നാരായണൻകുട്ടിയുടെ വീട് ആക്രമിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തു. ഭാര്യയുടെ ആഭരണങ്ങളും കൊച്ചുകുട്ടിയുടെ ഭണ്ഡാരപ്പെട്ടിയും ഉൾപ്പെടെ വിലപ്പെട്ട പലതും അക്രമികൾ കൈയടക്കി. കാസർഗോഡ് ജില്ലയിലും വ്യാപകമായ അക്രമങ്ങൾ അരങ്ങേറി. പല നേതാക്കളുടെയും വീടുകൾ ആക്രമിക്കപ്പെട്ടു. കാഞ്ഞങ്ങാട് കുന്നുമ്മലിലെ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിന് തീവെച്ച് റിക്കാർഡുകളും മറ്റും നശിപ്പിച്ചു. കൂത്തുപറമ്പ് സംഭവത്തിനും തുടർന്നുള്ള അക്രമങ്ങൾക്കും നേതൃത്വം കൊടുത്തത് MV ജയരാജനും P ജയരാജനും ആയിരുന്നു. ഇങ്ങനെ എത്ര വേണമെങ്കിലും ഈ പുസ്തകത്തിൽ ഉണ്ട്. ഈ ഒരൊറ്റ സംഭവം, കൂത്തുപറമ്പ് വെടിവയ്പ്പിനോടനുബന്ധിച്ച് മാത്രം നടന്ന
ആയിരക്കണക്കിന് അക്രമ സംഭവങ്ങളിൽ വിരലിലെണ്ണാവുന്നത് മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അത് സഖാവ് എം വി രാഘവൻ CPMൻ്റെ എക്കാലത്തെയും അക്രമ രാഷ്ട്രീയത്തിൻ്റെ തലതൊട്ടപ്പനും കാരണവരും ഒക്കെ എന്ന് വേണമെങ്കിലൊക്കെ പറയാവുന്ന എം വി രാഘവൻ സ്വന്തം കൈപ്പട കൊണ്ട് എഴുതി വെച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് കൂത്തുപറമ്പ് വെടിവയ്പ്പിൻ്റെ രക്തസാക്ഷി ദിനം എന്നവർ പറയുന്നതിൻ്റെ വാർഷികമാണിന്ന്. എനിക്ക് ഈ കേരളത്തിലെ DYFI സുഹൃത്തുക്കളോട് അല്ല ചെറുപ്പക്കാരോട് മൊത്തത്തിലും കേരളത്തിലെ ജനങ്ങളോട് പ്രത്യേകിച്ചും പറയാനുള്ളത് ഇതാണ്. കമ്മ്യൂണിസ്റ്റ് സമരം എന്ന് പറഞ്ഞാൽ നിങ്ങളതിൽ വെടികൊണ്ട് വീഴുകയും രക്തസാക്ഷികളെന്നൊക്കെ പറഞ്ഞാൽ അവർ ഓമനപ്പേരിട്ട് വിളിക്കുകയും ചെയ്യും. സുഗതൻ പുഷ്പൻ്റെ വീട്ടിൽ പോയി നിന്ന് പാട്ടുപാടി റെക്കോർഡ് ചെയ്ത് അവർ ഫണ്ട് ശേഖരിക്കും. പക്ഷേ അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്ന സമരം ഒരിക്കലും ഒരു ആദർശത്തിന് വേണ്ടിയോ ഒരു നല്ല ലക്ഷ്യം നേടാൻ വേണ്ടിയോ സമൂഹ നന്മയോ കണക്കാക്കിയോ അല്ല. പാർട്ടിയുടെ ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിൽ മാത്രമാണ് അവർ പണ്ടുകാലം തൊട്ട്, അത് ഞാൻ വേറെ ഏതെങ്കിലും സമയത്ത് പറയാം, ഈ പുന്നപ്പറയും വയലാറും കയ്യൂരും കരിവെള്ളൂരും ഒക്കെ അവർ നടത്തിയ കൊലപാതകങ്ങളാണ്. അതിനെ വിപ്ലവമെന്നും സമരമെന്നും ഒക്കെ അവർ ഓമനപ്പേരിട്ട് വിളിക്കുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിച്ച് അവരുടെ പിന്നാലെ പോയി ഈ വേണ്ടാധീനത്തിന് സ്വന്തം ജീവിതം തകർത്ത് തുലച്ച് അനേകായിരം കുടുംബങ്ങളെ മുടിപ്പിച്ച് കളയുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഈ നികൃഷ്ടമായ മനസ്സും പ്രത്യയശാസ്ത്രവും ഉണ്ടല്ലോ, അത് നിങ്ങൾ കൊണ്ട നടക്കരുത്. ഇത് കമ്മ്യൂണിസ്റ്റുകാരനെ ആക്രമിച്ച കാര്യമാണ് ഞാൻ ഇത്രയും നേരം വായിച്ചത്. ഒരൊറ്റ സംഭവം മാത്രമാണ് വായിച്ചത്, അതിനെ തുടർന്നുണ്ടായത്. സഖാക്കന്മാരെ പച്ചയ്ക്ക് പട്ടാപ്പകൽ നഗ്നരാക്കി തെരുവീഥികളിലൂടെ നടത്തിച്ചു. ഉത്തർപ്രദേശിലല്ല, നാഗാലാൻഡിലല്ല, ഈ കേരളത്തിൽ കണ്ണൂരിൽ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കോട്ടയിൽ കൂത്തുപറമ്പിൽ. ഇത് നാണമുണ്ടോ നിങ്ങൾക്ക് ഈ സമരത്തിൻ്റെ പേരും പറഞ്ഞ് അഭിമാനം കൊണ്ട് നടക്കുവാൻ? അതുകൊണ്ട് എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, ദയവായി കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കൾ നിങ്ങൾ വഞ്ചിക്കപ്പെടുകയാണ്. ഈ കേരളത്തിലെ യുവജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, SFIക്കാരായാലും DYFIക്കാരായാലും യുവതി യുവാക്കളെല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാൽ വഞ്ചിക്കപ്പെടുകയാണ്. അവർ ഏത് കാര്യത്തിനാണോ സമരം നടത്തിയത് കുറച്ച് നാൾ കഴിയുമ്പോൾ അതേ കാര്യം അവരേറ്റെടുക്കുകയും കൊല്ലപ്പെട്ടവരും വെടിയേറ്റവരും വെട്ടുകൊണ്ടവരും ജീവിതം തകർന്നു പോയവരുടെയും അതെല്ലാം ആ പ്രയത്നം അല്ലെങ്കിൽ ആ സഹനം ആ ത്യാഗം മുഴുവൻ പാഴായി വെറും പാഴുകടലാസ് പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലിച്ചെറിയും. പാർട്ടിക്ക് വളരാൻ നേതാക്കന്മാർക്ക് കോടികൾ ഉണ്ടാക്കാൻ നിങ്ങളെ ബലി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളത് തിരിച്ചറിയണം എന്നുള്ളതാണ്. ഇന്ന് കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനമാണ്. ഇന്ന് കോവിഡ് ആയതുകൊണ്ട് ഒരു പക്ഷേ അവർ അക്രമ സമരങ്ങളൊന്നും നടത്തിയില്ല എന്ന് വരാം, പണിമുടക്കിലും ഇന്നത്തെ വൈകുന്നേരത്തെ സമരത്തിലും. പക്ഷെ നിങ്ങൾ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ വഞ്ചനയിൽ നിന്ന് നിങ്ങൾ മുക്തരാവണം. എനിക്ക് പറയാനുള്ള, നിങ്ങൾ ഏറ്റവും കുറഞ്ഞ പക്ഷേ നിങ്ങൾ എം വി രാഘവൻ്റെ ആത്മകഥയെങ്കിലും ഒന്ന് മേടിച്ച് വായിച്ചു, നിങ്ങളുടെ നേതാവിൻ്റെ പുസ്തകമല്ലേ. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക ഈ പാർട്ടിയിൽ ഇനി തുടരണമോ വേണ്ടയോ എന്ന്. ഈ പ്രവർത്തനം ഇനി ഇവർ സമരമെന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നത് നിങ്ങൾ ഏറ്റെടുക്കണമോ വേണ്ടയോ എന്ന്. നിങ്ങളുടെ ജീവിതം പാഴാക്കി ആർക്കും ഗുണമില്ലാതെ സമൂഹ നന്മയ്ക്ക് വേണ്ടി ജീവിതം കളയുക. അങ്ങനെയാണെങ്കിൽ അതിന് അർത്ഥമുണ്ട്. രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു വലിയ ആദർശം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജീവൻ ബലിയർപ്പിക്കുക. അതെക്കാലം ഓർത്തിരിക്കും. ലോകത്തിൽ സമൂഹത്തിന് മുഴുവൻ രാജ്യത്തിന് മുഴുവൻ അഭിമാനമായിരിക്കും. ഇത് നിങ്ങൾ പാർട്ടി നേതാക്കന്മാർക്ക് കോടികൾ ഉണ്ടാക്കുവാൻ വേണ്ടി അവർക്ക് അധികാരം കിട്ടുവാനും അവരുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ കോടികളോടുകൂടി ആർഭാട ജീവിതം നയിക്കാൻ വേണ്ടി നിങ്ങൾ ചോരയും നീരും ജീവനും ജീവിതവും കൊടുത്ത് നിങ്ങളുടെ ജീവിതം പാഴാക്കരുത്. ഈ കാര്യം നിങ്ങൾക്ക് ഇനിയെങ്കിലും ബോധ്യമാണ്. ഇത് 25ാം വർഷമാണ് കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനത്തിൻ്റെ വെടിവയ്പ്പിൻ്റെ, രക്തസാക്ഷി ദിനം എന്ന് പറയരുത്, കൂത്തുപറമ്പ് വെടിവയ്പ്പിൻ്റെ നിങ്ങളെ കൊലയ്ക്ക് കൊടുത്തതിൻ്റെ 25ാം വാർഷികമാണ്. ഈ 1/4 നൂറ്റാണ്ട് കൊണ്ടെങ്കിലും നിങ്ങൾ പാഠം പഠിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.